Students, we are moving on to the next topic, that is price discrimination. Here we can see the meaning of price discrimination. It means charging different prices for the same product, or it is an act of selling the same product at a different prices to different buyers during the same period of time, and usually it can be seen in monopoly market. Okay, charging different prices for the same product. The best example we can see that it can be discriminated in different ways. Best example we can say that for the purpose of transportation, നമ്മൾ ബസ്സിലോ ട്രെയിനിനൊക്കെ യാത്ര ചെയ്യുകയാണെങ്കിലും ഡിഫറെൻറ്റ് ടിക്കറ്റ് ചാർജസ് അവിടെ വരുന്നുണ്ട്. ഈവൻ ചിൽഡ്രൻസിനും എൽഡേഴ്സിനും രണ്ട് റേറ്റാണ് അവിടെ വരുന്നത്. ദേ ആർ പ്രൊവൈഡിങ് ദി സെയിം സർവീസ് or they are offering the same product but they are charging different prices. So this discrimination can be done in many ways that we will discuss later. So price discrimination means charging different prices for the same product. So അങ്ങനെ രണ്ട് പ്രൈസസിൽ അവർക്ക് കൊടുക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? ബിക്കോസ് ഹീ ഈസ് എ മോണോപ്പൊളിസ്റ്റ്. അയാൾ മാത്രമാണ് മാർക്കറ്റിൽ ആ ഒരു പ്രൊഡക്റ്റ് വിൽക്കുന്നത്. സോ ദാറ്റ് ഹീ ക്യാൻ ഡിറ്റർമൈൻ ദി പ്രൈസ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ പ്രൊഡക്റ്റ്. Whereas in the case of perfect competition, we can see a large number of sellers. അപ്പോൾ അതുകൊണ്ട് പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന കോൺസെപ്റ്റ് നമുക്ക് അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം ഒരുപാട് സെല്ലേഴ്സ് ഉണ്ട്, അവരെല്ലാവരും സെയിം പ്രൊഡക്റ്റിന് ഡിഫറെൻറ്റ് പ്രൈസ് ചാർജ് ചെയ്തിട്ടാണ് കൊടുക്കുന്നതെങ്കിലോ നമ്മൾ എങ്ങനെ വന്നാലും പ്രൊഡക്റ്റ് നമ്മൾ സെയിം പ്രൊഡക്റ്റ് സെയിം ക്വാണ്ടിറ്റി ക്വാളിറ്റി പല പ്രൈസസിൽ കൊടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഏതേ പോയി മേടിക്കുകയുള്ളൂ, റേറ്റ് കുറവ് ഏതിനാണെന്ന് നോക്കൂ അല്ലേ, പ്രൈസ് ഏതാണോ കുറവ് അതേ പോയി നമ്മൾ മേടിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പലരും പല പ്രൈസിൽ കൊടുക്കുകയാണെങ്കിൽ ഒരിക്കലും പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റില്ല. ബട്ട് ഇൻ ദ കേസ് ഓഫ് മോണോപ്പൊളി മാർക്കറ്റ് ഹി ക്യാൻ ഡിറ്റർമൈൻ ദി പ്രൈസ് ഓഫ് ദ പ്രൊഡക്റ്റ്. So he will charge different prices for the same product in different places and thereby he will try to maximize his profit. Okay, so this is known as price discrimination. So this concept will be cleared after discussing the types of discrimination. Okay, so types of price discrimination. Here the discrimination is done in many ways. The first one is regarding the personal discrimination. That is, when a monopolist charges different prices from different customers for the same product or service, it is called personal discrimination. So it is done mainly based on individual wise, that is individual discrimination. ഓരോ ഇൻഡിവിജ്വൽസും അവരുടെ എബിലിറ്റിയുടെ ബേസിസിൽ, ബെസ്റ്റ് എക്സാമ്പിൾ ഒരു സർജൻ അല്ലെങ്കിൽ ഒരു ഡോക്ടർ അയാളുടെ പേഷ്യൻസ് വരുമ്പം ഹി മേ ചാർജ് ഡിഫറെൻറ്റ് റേറ്റ് ഓഫ് ഫീസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഇൻകം ഓഫ് ദി ഇൻഡിവിജ്വൽ. ഇപ്പോൾ ഒരുവിധം പേയ്മെൻറ്റ് കപ്പാസിറ്റി ഉള്ള ഒരാളാണ് വന്നെങ്കിൽ ഹി മേ ചാർജ് ഹൈ റേറ്റ് ഓഫ് ഫീസ്. അതേസമയം ഒരു പാവപ്പെട്ട ഒരാളാണ് വന്നെങ്കിലോ ഒരു ലെസ്സർ എമൗണ്ട് ആയിരിക്കും അയാൾ ചാർജ് ചെയ്യുന്നത്. So depends upon the income of the individual or depends upon the ability, payment capacity basis, he may charge different prices for the same product or service. It is called what? Personal discrimination. Okay, now second one, local discrimination. Here the monopolist may charge a low price in one market and a high price in another market for the same commodity. ഓക്കെ, അതായത് രണ്ട് മാർക്കറ്റിൽ രണ്ട് പ്രൈസിൽ കൊടുക്കുകയാണ്. ഫോർ എക്സാമ്പിൾ ദർ വിൽ ബി ടു മാർക്കറ്റ്, ഡൊമസ്റ്റിക് മാർക്കറ്റ് ആൻഡ് ഫോറിൻ മാർക്കറ്റ്. ഓക്കെ, ഇൻ ഓർഡർ ടു ഇൻക്രീസ് ഹിസ് പ്രോഫിറ്റ് ഹി മേ ചാർജ് ഹൈ പ്രോഫിറ്റ് ഇൻ ദി ഡൊമസ്റ്റിക് മാർക്കറ്റ് ആൻഡ് മേ ചാർജ് ലോവർ പ്രൈസ് ഇൻ ദി ഫോറിൻ മാർക്കറ്റ്. അപ്പോൾ രണ്ട് മാർക്കറ്റിലും രണ്ട് പ്ലേസസിലും ഡിഫറെൻറ്റ് റേറ്റ് ചാർജ് ചെയ്യുന്നതിനെ നമ്മൾ എന്ത് പറയുന്നത്? ലോക്കൽ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലോക്കൽ ഡിസ്ക്രിമിനേഷൻ ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഡംപിംഗ് ആണ്. ഡംപിംഗ് ഇൻ ദ സെൻസ് വേറെ ആരും മേടിക്കാത്ത പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ടാകും. ആ പ്രൊഡക്റ്റുകളൊക്കെ നമ്മുടെ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ വളരെ വില കൂടിയ രീതിയിൽ ചിലപ്പോൾ അവർ വിൽക്കും. ഓക്കെ, അങ്ങനെ ഡൊമസ്റ്റിക് മാർക്കറ്റിലെല്ലാം കൊണ്ട് ഡംപ് ചെയ്യും. ഡംപ് ചെയ്തിട്ട് ഹൈ റേറ്റിൽ വിൽക്കുന്ന ചില മോണോപ്പൊളിസ്റ്റുകളുണ്ട്, അതിനാണ് ഡംപിംഗ് എന്ന് പറയുന്നത്. അതേസമയം ഫോറിൻ മാർക്കറ്റിൽ അതിൻ്റെ റീസണബിൾ പ്രൈസിൽ കൊടുക്കുന്ന സെയിം പ്രൊഡക്റ്റ് ഡൊമസ്റ്റിക് മാർക്കറ്റിൽ അവർ ഹയർ പ്രൈസസിൽ കൊടുക്കും. അതാണ് ഡംപിംഗ്.
which is an example of local discrimination. Now third one, trade discrimination. Here the monopolist charges different prices for different uses on the purpose of അല്ലെങ്കിൽ on the basis of use. എന്ത് പർപ്പസിനാണ് നമ്മളത് യൂസ് ചെയ്യുന്നത് അതിൻ്റെ ബേസിസിൽ എന്ത് വരുത്തുവാണ്, ഡിസ്ക്രിമിനേഷൻ നടത്തുകയാണ്. ബെസ്റ്റ് എക്സാമ്പിൾ വി ക്യാൻ സേ ഇലക്ട്രിസിറ്റി ചാർജസ്. We are using electricity for the commercial purpose and for the domestic purpose. അപ്പോൾ സാധാരണ നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രിസിറ്റി ഉണ്ടല്ലോ, അതിനേക്കാളും കൂടുതലാണ് നമ്മൾ ഇൻഡസ്ട്രിയലിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ദേ ആർ ചാർജിങ് ഹൈ റേറ്റ് ഇൻ ദി പർപ്പസ് ഓഫ് ഇൻ ദി കേസ് ഓഫ് കൊമേഴ്ഷ്യൽ പർപ്പസ് ആൻഡ് ലോവർ പ്രൈസ് ഫോർ ദി ഡൊമസ്റ്റിക് യൂസ്. അപ്പോൾ ഇൻഡസ്ട്രിയൽ യൂസിനാണെങ്കിൽ ഹയർ പ്രൈസും ഡൊമസ്റ്റിക് യൂസിനാണെങ്കിൽ ലോവർ പ്രൈസും ചാർജ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഡിഫറെൻറ്റ് യൂസസിന് ഡിഫറെൻറ്റ് പ്രൈസ് ചാർജ് ചെയ്യുന്നതാണ് എന്തിൽ വരുന്നത്, ട്രേഡ് ഡിസ്ക്രിമിനേഷനിൽ വരുന്നത്. ഓക്കെ, നൗ നെക്സ്റ്റ് വൺ, ടൈം ഡിസ്ക്രിമിനേഷൻ. ഹിയർ ദ പ്രൈസ് ഓഫ് ദ സെയിം കമ്മോഡിറ്റി ഡിഫേഴ്സ് അറ്റ് ഡിഫറെൻറ്റ് ടൈംസ്. അതായത് നമ്മളിപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം ടെലിഫോൺസ്, അതിൻ്റെ ചാർജ് ഇപ്പോൾ നമ്മൾ ഡേ ടൈമിലാണ് കോൾസ് ചെയ്യണമെങ്കിൽ കോൾ റേറ്റ് കൂടുതലും, സെയിം ടൈം നമ്മളത് നൈറ്റ് രാത്രിയിലാണ് യൂസ് ചെയ്യണമെങ്കിലോ കോൾ റേറ്റ് ചിലപ്പോൾ കുറവുമായിരിക്കും. അതേപോലെ തന്നെ നമ്മളിപ്പോൾ എയർലൈൻസ് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യുമ്പോൾ നമ്മൾ 2-3 മാസം മുമ്പ് ബുക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് റീസണബിൾ റേറ്റിൽ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് നാളെ കഴിഞ്ഞ് പെട്ടെന്ന് നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് വേണമെങ്കിലോ ദേ മേ ചാർജ് ഹൈ റേറ്റ്. അപ്പോൾ നമ്മൾ എപ്പോഴാണോ ആ സർവീസ് അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് നമ്മൾ മേടിക്കുന്നത് യൂസ് ചെയ്യുന്നത് ആ ഒരു ടൈമിൻ്റെ ബേസിലും എന്ത് ചെയ്യാം, പ്രൈസിൽ വേരിയേഷൻസ് വരും. അതാണ് ടൈം ഡിസ്ക്രിമിനേഷനിൽ വരുന്നത്. ഓക്കെ, നൗ ഫിഫ്ത്ത് വൺ, ഏജ് ഡിസ്ക്രിമിനേഷൻ. ഹിയർ ദ ഡിസ്ക്രിമിനേഷൻ ഈസ് ഓൺ ദി ബേസിസ് ഓഫ് ഏജ്. ഇപ്പോൾ റെയിൽവേയിലും ട്രാൻസ്പോർട്ടേഷനിലൊക്കെ നമ്മൾ പറഞ്ഞു, ബസ്സിലൊക്കെ ആണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ഹാഫ് റേറ്റ് കൊടുത്താൽ മതി അല്ലേ, ബാക്കിയുള്ളവരിനേക്കാളും കുറവ് റേറ്റാണ് ചിൽഡ്രൻസിന് മേടിക്കുന്നത്. അപ്പോൾ ഓൺ ദി ബേസ് ഓഫ് ഏജ് ദേ ആർ ചാർജിങ് ഡിഫറെൻറ്റ് പ്രൈസസ്. അതാണ് എന്തിൽ വരുന്നത്, ഏജ് ഡിസ്ക്രിമിനേഷനിൽ വരുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് റിഗാർഡിങ് ദി സൈസ് ഡിസ്ക്രിമിനേഷൻ. ദാറ്റ് ഈസ് ഓൺ ദി ബേസ് ഓഫ് വോളിയം ഓഫ് ട്രാൻസാക്ഷൻ. നമ്മൾ എന്തോരം ക്വാണ്ടിറ്റി നമ്മളിത് പർച്ചേസ് ചെയ്യുന്നു. യൂഷ്വലി ദർ വിൽ ബി 2 മാർക്കറ്റ്, റീറ്റെയിൽ മാർക്കറ്റ് ആൻഡ് ഹോൾസെയിൽ മാർക്കറ്റ്. ഹോൾസെയിൽ മാർക്കറ്റിൽ നമ്മളെപ്പോഴും ബൾക്കായിട്ട് മേടിക്കും. നമുക്കറിയാം ബൾക്കായിട്ടാണ് നമ്മൾ മേടിക്കുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ റേറ്റ് കുറവായിരിക്കും ഒരുപാട് മേടിക്കുമ്പോൾ അല്ലേ. അതേസമയം തിരിച്ചത് റീറ്റെയിൽ മാർക്കറ്റിലേക്ക് വരുമ്പോഴോ അതിൻ്റെ വില കൂടും. അപ്പോൾ ഓൺ ദി ബേസ് ഓഫ് സൈസ് ഓഫ് ദി ക്വാണ്ടിറ്റിയും ഇറ്റ് ഡിഫേഴ്സ്. ഓക്കെ, അതാണ് എന്തിൽ വരുന്നത്, സൈസ് ഡിസ്ക്രിമിനേഷനിൽ വരുന്നത്. ക്ലിയർ? ഓക്കെ, നൗ നെക്സ്റ്റ് വൺ, കണ്ടീഷൻസ് ഫോർ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. എപ്പോഴൊക്കെയാണ് നമുക്കിങ്ങനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റുക, ചാർജിങ് ഡിഫറെൻറ്റ് പ്രൈസസ് ഫോർ ദി സെയിം പ്രൊഡക്റ്റ് ഇൻ ഡിഫറെൻറ്റ് പ്ലേസസ്. എങ്ങനെയാണ് നമുക്കത് ചെയ്യാനായിട്ട് പറ്റുന്നതെന്ന്. അതാണ് കണ്ടീഷൻസ് ഫോർ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. The first condition is that there must exist 2 or more markets which are separated from each other. There must exist 2 or more markets. പല മാർക്കറ്റ്, ഡൊമസ്റ്റിക് മാർക്കറ്റ്, ഫോറിൻ മാർക്കറ്റ്, ഹോൾസെയിൽ മാർക്കറ്റ്, റീറ്റെയിൽ മാർക്കറ്റ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ മാർക്കറ്റ്സിനെ സബ് മാർക്കറ്റ്സ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യാം. പല ഏരിയയിലും കിട്ടുന്ന രീതിയിൽ. അത് ചിലപ്പോൾ നമ്മൾ ഇൻകത്തിൻ്റെ ബേസിസിലായിരിക്കാം മാർക്കറ്റ് നമ്മൾ ഡിവൈഡ് ചെയ്യുക. ഓരോ ആൾക്കാരുടെയും കസ്റ്റമേഴ്സിൻ്റെ പേയ്മെൻറ്റ് കപ്പാസിറ്റി നോക്കിയിട്ടായിരിക്കാം. മേ ബി നമ്മൾ ചിലത് റൂറൽ ഏരിയയിലും സിറ്റീസിലായിരിക്കാം വെക്കാം. അപ്പോൾ സിറ്റിയിൽ വരുമ്പോൾ ചിലപ്പം പേയ്മെൻറ്റ് കപ്പാസിറ്റി കൂടുതലുള്ളതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ അവിടെ ഹൈ പ്രൈസ്ഡ് ഗുഡ്സ് ആയിരിക്കും നമ്മളവിടെ വിൽക്കുക. അത് റൂറൽ ഏരിയയിലേക്ക് വരുമ്പോഴോ ലോ പ്രൈസ്ഡ് ആയിട്ട് വരും. അപ്പോൾ ഒരു പ്രൊഡക്റ്റിന് ഡിഫറെൻറ്റ് മാർക്കറ്റ്സ് അവൈലബിൾ ആണ് വിച്ച് ആർ സെപ്പറേറ്റഡ് ഫ്രം ഈച്ച് അതർ. ഓക്കെ, ദെൻ ഇലാസ്റ്റിസിറ്റീസ് ഓഫ് ഡിമാൻഡ് ഇൻ ഈച്ച് മാർക്കറ്റ് മസ്റ്റ് ബി ഡിഫറെൻറ്റ്. ഇലാസ്റ്റിസിറ്റി ഡിഫറെൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൈസിനനുസരിച്ച് നമ്മുടെ ഡിമാൻഡിൽ വ്യത്യാസം വന്നുകൊണ്ടിരിക്കും അല്ലേ. അതിനല്ല നമ്മൾ ഇലാസ്റ്റിറ്റി എന്ന് പറയുന്നത്. പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയും. അപ്പോൾ ആ ഒരു ഇലാസ്റ്റിറ്റി അവിടെ ഉണ്ടാവണം. എന്ത് സംഭവിച്ചാലും ഇലാസ്റ്റിറ്റി ഒന്നും വരാത്ത, അതായത് ഡിഫറൻസ് ഒന്നും വന്നില്ല എന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെ, അതായത് ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാം ഇലാസ്റ്റിറ്റീസ് ഓഫ് ഡിമാൻഡ് ഇൻ ഈച്ച് മാർക്കറ്റ് മസ്റ്റ് ബി ഡിഫറെൻ്റ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ മാർക്കറ്റിലും നമ്മളൊരു പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ വി ഓൾവേസ് എക്സ്പെക്റ്റ് എ പ്രോഫിറ്റ് അല്ലേ. ഇവിടെ മൊണോപ്പൊളി ആയതുകൊണ്ട് പ്രൈസ് കൂടിയാലും കുറഞ്ഞാലും അവർ ആ പ്രൊഡക്റ്റ് മേടിക്കുമെന്ന് നമുക്കറിയാം.
ബട്ട് ദേ ഓൾവേസ് വാണ്ടഡ് ടു ഇൻക്രീസ് ദെയർ പ്രോഫിറ്റ്. അതിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, കസ്റ്റമറിന് ടാർഗറ്റ് ചെയ്യുന്ന കസ്റ്റമർ ആരാണോ അതിൻ്റെ ബേസിസിൽ അവർ മാർക്കറ്റ്സ് ഡിവൈഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ചില ആൾക്കാർ പ്രൈസ് കൂടുകയാണെങ്കിലും അവരത് മേടിക്കാൻ റെഡിയാണ്, ചിലയിടത്ത് പ്രൈസ് കുറവാണെങ്കിലായിരിക്കും അവർ മേടിക്കാൻ റെഡിയാവുക. സോ അവിടെ എപ്പോഴും ഡിമാൻഡിൽ വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. ചില ആൾക്കാർ പ്രൈസ് കൂടിയാലും മേടിക്കും, ചില ആൾക്കാർ പ്രൈസ് കുറഞ്ഞാലായിരിക്കും ആ പ്രൊഡക്റ്റ് മേടിക്കുകയുള്ളൂ. ഇറ്റ് വേരീസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഇൻകം ഓഫ് ദി കസ്റ്റമർ. അപ്പോൾ അവിടെ ഒരു ഇലാസ്റ്റിസിറ്റി വേണം, ചേഞ്ച് വരണം ഡിമാൻഡിൽ. ദെൻ there must be effective separation of the submarket so that customers of the low priced market do not resell the product in the high priced market. ഓരോ പ്രൊഡക്റ്റ് തന്നെയാണ് ഡിഫറെൻറ്റ് റേറ്റിൽ കിട്ടുന്നത്. അപ്പോൾ ചിലപ്പോൾ അവിടെ ഒരു സാധ്യത ഉണ്ടാവും, ചില ആൾക്കാർ എന്ത് ചെയ്യും, ലോ പ്രൈസ്ഡ് ഗുഡ്സ് മാർക്കറ്റിൽ പോയിട്ട് ഗുഡ്സ് മേടിച്ചിട്ട് ഹൈ പ്രൈസ്ഡ് മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കാം. കാരണം ഒരേ പ്രൊഡക്റ്റ് തന്നെയാണല്ലോ. അങ്ങനെ വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ രണ്ട് മാർക്കറ്റും സെപ്പറേറ്റ് ആയിരിക്കണം. ഇപ്പം നമ്മൾക്കറിയാം, നമ്മൾ മൂവിയിലൊക്കെ, അതായത് നമ്മൾ സിനിമാ തിയേറ്ററിൽ പോകുമ്പം അവിടെ നമുക്കറിയാം ഫസ്റ്റ് ക്ലാസ് ഉണ്ട്, ബാൽക്കണി ഉണ്ട്. അപ്പം ബാൽക്കണിയിൽ ഇരിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് അത് യൂസ് ചെയ്യാം, ആ ഒരു ടിക്കറ്റ് ചാർജ് കൊടുത്തിട്ട്. ഫസ്റ്റ് ക്ലാസ് ആണെങ്കിൽ അത് ചാർജ് ചെയ്യാം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ഒരാൾ ബാൽക്കണി പ്രൊഡക്റ്റ് മേടിച്ചിട്ട് ഫസ്റ്റ് ക്ലാസ്സിൽ വിൽക്കുക, ഫസ്റ്റ് ക്ലാസ്സിലെ പ്രൊഡക്റ്റ് മേടിച്ച് ബാൽക്കണിയിൽ വിൽക്കാനൊന്നും അവർക്ക് പറ്റില്ല. ആരാണോ അവർക്ക് ടാർഗറ്റ് ചെയ്യുന്നത് അവർക്ക് മാത്രമേ ആ പർട്ടിക്കുലർ ടിക്കറ്റ് മേടിക്കാനായിട്ട് പറ്റുള്ളൂ. അതല്ലാണ്ട് ഒരിക്കലും ഒരിടത്തു നിന്ന് മേടിച്ച് മറ്റൊരിടത്ത് വിൽക്കുന്ന രീതി ഇവിടെ വരാൻ പാടില്ല, പ്രൈസ് ഡിസ്ക്രിമിനേഷനിൽ വരാൻ പാടില്ല. എങ്ങനെയൊക്കെ ഡിസ്ക്രിമിനേഷൻ നടത്തിയാലും ഇറ്റ് ഷുഡ് ബി സെപ്പറേറ്റ് ഫ്രം ഈച്ച് അതർ. അതാണ് മൊത്തത്തിൽ നമുക്ക് ഇതിൻ്റെ കൺക്ലൂഷനായിട്ട് പറയാൻ പറ്റുക. Then overall we can say that when we discriminate the prices, the marginal revenue in each market should be greater than the marginal cost of monopoly good. അത് നമുക്കറിയാം, എപ്പോഴും അവർ അതാണ് നോക്കുന്നത് അല്ലേ, റവന്യൂ എപ്പോഴും കൂടുതൽ വേണം. അതിന് വേണ്ടിയിട്ടാണ് അവർ ഈ ഡിസ്ക്രിമിനേഷൻ നടത്തുന്നത്. പല കസ്റ്റമറിൻ്റെയും അവരുടെ ഇൻകവും പേയ്മെൻറ്റ് കപ്പാസിറ്റിയും വില്ലിങ്നെസ് ഒക്കെ നോക്കിയിട്ട് ഡിഫറെൻറ്റ് പ്രൈസസിൽ സെയിം പ്രൊഡക്റ്റ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ മാർജിനൽ റവന്യൂ കൂടുതലാണോ, കോസ്റ്റ് കൂടുന്നുണ്ടോ എന്നും കൂടി അവർ ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത്രയും കണ്ടീഷൻസാണ് പ്രൈസ് ഡിസ്ക്രിമിനേഷനിൽ വരുന്നത്. അപ്പം പ്രൈസ് ഡിസ്ക്രിമിനേഷൻ നടത്തണമെങ്കിൽ ദർ ഷുഡ് ബി 2 or more മാർക്കറ്റ്സ്. ദെൻ അതായത് ആ ഒരു പ്രൊഡക്റ്റ് പല സ്ഥലങ്ങളിലും നമുക്ക് അവൈലബിൾ ആകണം. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഉണ്ടായിരിക്കണം. ചില സ്ഥലത്തിൽ നമ്മളത് പ്രൈസ് കൂടുതലും ചില സ്ഥലത്ത് നമ്മളത് പ്രൈസ് കുറവായിട്ടായിരിക്കും കൊടുക്കുക. തേർഡ് കണ്ടീഷൻ, അങ്ങനെ കൊടുക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം സെപ്പറേറ്റ് ഫ്രം ഈച്ച് അതർ ആയിരിക്കണം. വില കുറവുള്ളിടത്തു നിന്ന് മേടിച്ച് വില കൂടുതലുള്ളിടത്തു നിന്ന് വിൽക്കാനായിട്ട് കസ്റ്റമേഴ്സിനെ സമ്മതിക്കരുത്. ആ രീതിയിൽ പ്രൊഡക്റ്റുകൾ സെപ്പറേറ്റ് ചെയ്യണം. നമ്മളിപ്പോൾ മൂവി ടിക്കറ്റിൻ്റെ കാര്യം പറഞ്ഞ പോലെ ബാൽക്കണി ടിക്കറ്റ് നമ്മൾ കൊടുക്കുമ്പം അവരൊരിക്കലും എന്ത് ചെയ്യില്ല, ആ ടിക്കറ്റ് മേടിച്ചിട്ട് അടുത്ത ഫസ്റ്റ് ക്ലാസ്സിലുള്ളവർക്ക് വിൽക്കാൻ പറ്റില്ല. കാരണം എന്താ, ഫസ്റ്റ് ക്ലാസ്സിലുള്ളവർക്ക് അതിനുള്ള പേയ്മെൻറ്റ് കപ്പാസിറ്റി ഉണ്ടാവണം എന്നില്ല. അപ്പോൾ അത് ആ രീതിയിൽ വേണം അവരത് നോക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് കണ്ടീഷൻസ് ഫോർ പ്രൈസ് ഡിസ്ക്രിമിനേഷനിൽ വരുന്നത്. ദെൻ ഡിഗ്രീസ് ഓഫ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. ഡിഗ്രീസ് 3 ഡിഗ്രീസ് ആണ് പ്രൈസ് ഡിസ്ക്രിമിനേഷനിൽ വരുന്നത്. ഫസ്റ്റ് ഡിഗ്രി, സെക്കൻഡ് ഡിഗ്രി ആൻഡ് തേർഡ് ഡിഗ്രി. ഓക്കെ, അതിൽ ഫസ്റ്റ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ടൈപ്സ് ഓഫ് ഡിസ്ക്രിമിനേഷൻ പഠിച്ചില്ലേ, അത് ഒന്നും കൂടി ഷോർട്ട് ചെയ്തിട്ട് അവർ ഡിഗ്രീസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതാണ്. സോ ഫസ്റ്റ് ഡിഗ്രി ക്ലാസിഫിക്കേഷനിൽ വരുന്നത് ഇൻഡിവിജ്വൽ കൺസ്യൂമേഴ്സിൻ്റെ ബേസിസിൽ, അതായത് വെൻ എ മൊണോപ്പൊളിസ്റ്റ് ചാർജസ് ഡിഫറെൻറ്റ് പ്രൈസസ് ഫ്രം ഡിഫറെൻറ്റ് പേഴ്സൺസ് ഫോർ ദ സെയിം കമ്മോഡിറ്റി ഓർ സർവീസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ ഇൻഡിവിജ്വൽസ് അവരുടെ പേയ്മെൻറ്റ് കപ്പാസിറ്റി നോക്കിയിട്ട് ഡിഫറെൻറ്റ് പ്രൈസസ് നമ്മൾ ചാർജ് ചെയ്യുന്നു. ഡോക്ടേഴ്സ് ഫീസ് ചാർജ് ചെയ്യുന്നുണ്ടാവും, ലോവേഴ്സ് ഫീസ് ചാർജ് ചെയ്യുന്നുണ്ടാവും, അതേപോലെ കൺസൾട്ടൻസി ഫീസസ്. അതൊക്കെ നമ്മൾ ചിലപ്പോൾ ഇയാൾക്ക് പേയ്മെൻറ്റ് കപ്പാസിറ്റി ഉണ്ട്, ഇത്തിരി റിച്ച് ആണെന്നൊക്കെ തോന്നുവാണെങ്കിൽ നമ്മൾ ചിലപ്പം കൂടുതൽ ഫീസ് അയാളുടെ അടുത്ത് നിന്ന് മേടിക്കും. അങ്ങനെ ഇൻഡിവിജ്വൽ വൈസ് ഡിസ്ക്രിമിനേഷൻ നടത്തുമല്ലോ, പേഴ്സണൽ ഡിസ്ക്രിമിനേഷൻ. അതാണ് എന്തിൽ വരുന്നത്, ഏതിൽ വരുന്നത്, ഫസ്റ്റ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷനിൽ വരുന്നത്. ഓക്കെ, നൗ സെക്കൻഡ് ഡിഗ്രി ഡിസ്ക്രിമിനേഷനിൽ എന്താ വരുന്നത്, അവിടെ നമ്മുടെ ബയേഴ്സിന് ഡിഫറെൻറ്റ് ക്ലാസ്സസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. ഹിയർ ദ മോണോപ്പൊളിസ്റ്റ് ഡിവൈഡ് ദ ബയേഴ്സ് ഇൻ ടു ഡിഫറെൻറ്റ് ക്ലാസ്സസ് ഓൺ ദി ബേസിസ് ഓഫ് ദെയർ പേയിങ് കപ്പാസിറ്റി. അതായത് അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം, ഓൺ ദി ബേസ് ഓഫ് ദെയർ വില്ലിങ്നെസ്. ഇപ്പം റെയിൽവേയിൽ നമുക്കറിയാം ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, AC കോച്ച് എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ അവിടെ നമ്മൾ ഡിഫറെൻറ്റ് റേറ്റ് ചാർജ് ചെയ്യുകയാണ്.
അപ്പോൾ അത് കസ്റ്റമറിൻ്റെ പേയ്മെൻറ്റ് കപ്പാസിറ്റി അനുസരിച്ച് അവർക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. ഫസ്റ്റ് ക്ലാസ് വേണ്ടവർക്ക് ഫസ്റ്റ് ക്ലാസ് എടുക്കാം, AC കോച്ച് വേണമെങ്കിൽ AC എടുക്കാം, സെക്കൻഡ് ക്ലാസ് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. സോ കസ്റ്റമറിൻ്റെ പേയ്മെൻറ്റ് കപ്പാസിറ്റി എന്താണോ, അവരുടെ വില്ലിങ്നെസ് എന്താണോ, ആ രീതിയിൽ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പം നമ്മൾ സിനിമ തിയേറ്ററിൽ പോകുമ്പോഴും ബാൽക്കണി ഉണ്ട്, ഡിഫറെൻറ്റ് റേറ്റിൽ നമുക്ക് സീറ്റ്സ് അവൈലബിൾ അല്ലേ. അപ്പോൾ അത് നമ്മുടെ ഇഷ്ടമാണ്. ഇഫ് വി ആർ വില്ലിങ് ടു പേ, നമുക്ക് എന്ത് ചെയ്യാം, ആ റേറ്റിൽ നമുക്ക് ആ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് അവൈലബിൾ ആക്കാം. അത് വരുന്നതാണ് എന്തിൽ, സെക്കൻഡ് ഡിഗ്രിയിൽ വരുന്നത്. Now third degree, here we are classifying the customers into two or more classes or groups of markets on the basis of elasticity of demand and charges different prices from different markets. സോ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു മാർക്കറ്റിനെ നമ്മൾ ഡിഫറെൻറ്റ് മാർക്കറ്റ്സ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. അതായത് മാർക്കറ്റ് A, മാർക്കറ്റ് B, അങ്ങനെ 2-3 മാർക്കറ്റ്സ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമ്മുടെ ആ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് നമുക്ക് ചിലപ്പോൾ എവിടെയൊക്കെ കിട്ടും, നമുക്ക് ചിലപ്പോൾ റൂറൽ ഏരിയയിൽ കിട്ടും, സിറ്റീസിൽ കിട്ടും, ഹോൾസെയിൽ മാർക്കറ്റ് ഉണ്ടാവും, റീറ്റെയിൽ മാർക്കറ്റ് ഉണ്ടാവും, ഡൊമസ്റ്റിക് ഉണ്ടാകും, ഫോറിൻ മാർക്കറ്റ് ഉണ്ടാകും. സോ ഹോൾ പ്രൊഡക്റ്റിനെ നമ്മൾ അല്ലെങ്കിൽ ഹോൾ മാർക്കറ്റിനെ ഡിഫറെൻറ്റ് മാർക്കറ്റ്സ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. യൂഷ്വലി നമുക്കിപ്പോൾ കിട്ടുന്നതെല്ലാം അങ്ങനെയാണ്. നമ്മുടെ ഇവിടെയുള്ള പ്രൊഡക്റ്റുകളൊക്കെ നമുക്കിപ്പോൾ എവിടെ ചെന്നാലും ആ പ്രൊഡക്റ്റ് കിട്ടും. അത് ചിലപ്പോൾ നമുക്കറിയാം, ചില ഏരിയയിൽ ആ സെയിം പ്രൊഡക്റ്റ്, സെയിം ക്വാളിറ്റി, സെയിം ക്വാണ്ടിറ്റി നമുക്ക് വേറെ വിലക്ക് കിട്ടാറില്ലേ? അങ്ങനെയും വരാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നതാണ് എന്തിൽ വരുന്നത്, പ്രൈസ് ഡിസ്ക്രിമിനേഷൻ അറ്റ് ദി തേർഡ് ഡിഗ്രിയിൽ വരുന്നത്. ദാറ്റ് ഈസ് വി ആർ ചാർജിങ് ഡിഫറെൻറ്റ് പ്രൈസസ് ഫ്രം ഡിഫറെൻറ്റ് മാർക്കറ്റ്സ്. അപ്പം മാർക്കറ്റ്സിൻ്റെ ബേസിസിൽ ഡിസ്ക്രിമിനേഷൻ നടത്തുവാണ്. ഓക്കെ, ദ മോണോപ്പൊളിസ്റ്റ് ഡിവൈഡ്സ് ഹിസ് കസ്റ്റമേഴ്സ് ഇൻ ടു 2 or more ക്ലാസ്സസ് ഓർ ഗ്രൂപ്പ്സ് ഓഫ് മാർക്കറ്റ്സ്. നമ്മൾ യൂഷ്വലി കസ്റ്റമേഴ്സിനേക്കാളും കൂടുതൽ മാർക്കറ്റ്സിനെ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, പ്രൈസ് ഡിസ്ക്രിമിനേഷൻ നമുക്ക് നടത്തും. അതാണ് എന്തിൽ വരുന്നത്, ഡിസ്ക്രിമിനേഷൻ ഓഫ് ദി തേർഡ് ഡിഗ്രിയിൽ വരുന്നത്. ഓക്കെ, നൗ നെക്സ്റ്റ് വൺ ഈസ് വെൻ ഈസ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ഈസ് പോസിബിൾ. ഒരു മോണോപ്പൊളിസ്റ്റിന് എപ്പോഴും പ്രൈസ് ഡിസ്ക്രിമിനേഷൻ നടത്താനായിട്ട് പറ്റില്ല. ചില കേസിൽ മാത്രമേ നമുക്ക് ഈ ഡിസ്ക്രിമിനേഷൻ നടത്താനായിട്ട് പറ്റുള്ളൂ. എപ്പോഴൊക്കെയാണ്, ഡയറക്റ്റ് സർവീസ്, അവിടെ ഇൻ്റർമീഡിയറ്റ്സ് ഒന്നും പാടില്ല. ഇൻ ദ കേസ് വേർ ദ സെയിൽ ഓർ ഡയറക്റ്റ് സർവീസ് ആർ ഇൻവോൾവ് ബൈ പേഴ്സൺസ് ലൈക്ക് ഡോക്ടേഴ്സ്, ലോയേഴ്സ്. കാരണം ഡോക്ടറും പേഷ്യൻറ്റും, ലോയറും അയാളുടെ ക്ലയൻറ്റും ഡയറക്റ്റ് സർവീസാണ് വി ആർ പ്രൊവൈഡിങ്. അവിടെ ഇടയ്ക്കൊരു ഇൻ്റർമീഡിയറി ആരുമില്ല. ഇൻ്റർമീഡിയറി ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇതേപോലെ ഡിഫറെൻറ്റ് റേറ്റ്സ് ഒന്നും ചാർജ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഡയറക്റ്റായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസിനൊക്കെ നമുക്ക് ഇതേപോലെ എന്ത് ചെയ്യാം, നമുക്കിഷ്ടമുള്ള രീതിയിൽ നമുക്ക് റേറ്റ്സ് ചാർജ് ചെയ്യാം. ദെൻ പേഴ്സണൽ പ്രിഫറൻസസ് ആൻഡ് prejudices. Consumers are ready to pay a higher price for certain brands. So whenever consumers have preferences and prejudices for a particular brand of commodity, price discrimination is possible. നമ്മുടെ പേഴ്സണൽ പ്രിഫറൻസ്, ചില ബ്രാൻഡുകൾ നമുക്ക് ഇഷ്ടമായിരിക്കും. അപ്പോൾ ആ ബ്രാൻഡിൽ എത്ര വില കൂടിയാലും നമ്മളത് മേടിക്കും അല്ലേ. കാരണം ചില ആൾക്കാർക്ക് ഒരു പർട്ടിക്കുലർ ഏതെങ്കിലും ഒരു മെറ്റീരിയലിൻ്റെ ആ ഒരു പർട്ടിക്കുലർ ബ്രാൻഡിനോടായിരിക്കും അവർക്ക് ഇഷ്ടം തോന്നുന്നെങ്കിൽ ആ ഒരു ബ്രാൻഡ് മാത്രമേ അവർ മേടിക്കുള്ളൂ. ചിലപ്പോൾ അതൊരു ചപ്പൽസിൻ്റെ കേസിലാകാം, കോസ്മെറ്റിക് പ്രൊഡക്റ്റിൻ്റെ കേസിലാകാം. നമുക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് ഉണ്ട്. അപ്പോൾ ഇത് ആര് എക്സ്പ്ലോയിറ്റ് ചെയ്യും, മോണോപ്പൊളിസ്റ്റ് എക്സ്പ്ലോയിറ്റ് ചെയ്യും. ഓക്കെ, ഇവർക്ക് ഈ ബ്രാൻഡാണ് ഇഷ്ടം, അപ്പോൾ എത്ര വില കൂടിയാലും അവർ മേടിക്കും. അപ്പോൾ അങ്ങനെ പേഴ്സണൽ പ്രിഫറൻസ് ഒക്കെ ഉണ്ട് എങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഡിസ്ക്രിമിനേഷൻ യൂസ് ചെയ്യാം. നമുക്കിപ്പോൾ ഒരു ഫേവറിറ്റിസം ഒന്നുമില്ല, നമുക്കങ്ങനെ പ്രത്യേക ബ്രാൻഡ്സ് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും എന്തേ ചെയ്യുള്ളൂ, വില കുറഞ്ഞത് നോക്കിയേ നമ്മൾ മേടിക്കുകയുള്ളൂ അല്ലേ. അതേസമയം നമ്മൾക്കൊരു പ്രത്യേക ബ്രാൻഡിനോടൊരു ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു പർട്ടിക്കുലർ സ്റ്റാൻഡേർഡ് പ്രൊഡക്റ്റേ നമ്മൾ മേടിക്കുകയുള്ളൂ, അതിൻ്റെ പ്രൈസ് കൂടിയാലും കുറഞ്ഞാലും. Then third one, no possibility of transfer between market. When a commodity or service cannot be transferred from one market to another. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരേ പ്രൊഡക്റ്റ് തന്നെയാണ് രണ്ട് മാർക്കറ്റിൽ രണ്ട് പ്രൈസസിൽ കൊടുക്കുന്നത്. അപ്പോൾ ഒരിക്കലും ഒരു കസ്റ്റമർ വന്ന് കുറഞ്ഞ വിലക്ക് കിട്ടുന്ന ആ പ്രൊഡക്റ്റ് മേടിച്ചിട്ട് ഹൈ പ്രൈസ്ഡ് മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാൻ പാടില്ല. സെപ്പറേറ്റ് ആയിരിക്കണം.
നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന കസ്റ്റമറും നമ്മൾ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ശ്രദ്ധിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ഈ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ നടത്താനായിട്ട്. ഓക്കെ, അപ്പോൾ ഗുഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരിക്കലും ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റാത്ത രീതിയിൽ വേണം ഡിസ്ക്രിമിനേഷൻ നടത്താൻ. ദെൻ ലീഗൽ സാങ്ഷൻ. Discriminating prices are possible under a legal monopoly sanctioned by law. ഇനി ചിലതിൽ നമുക്ക് ഇങ്ങനെ ഇപ്പോൾ നമ്മൾ ഇലക്ട്രിസിറ്റി തന്നെ പറഞ്ഞില്ലായിരുന്നോ, KCB ചാർജസ് ഡിഫറെൻറ്റ് റേറ്റ്സ് ഫോർ ഇലക്ട്രിസിറ്റിയും ഡൊമസ്റ്റിക് പർപ്പസിനും ഇൻഡസ്ട്രിയൽ പർപ്പസിനാണെങ്കിലും കൊമേഴ്ഷ്യൽ പർപ്പസിനാണെങ്കിലും അത് ശരിക്കും ലോയുടെ ഒരു ലീഗൽ മൊണോപ്പൊളിയാണത് അല്ലേ. കാരണം ഇൻഡസ്ട്രീസിന് എങ്ങനെയൊക്കെ വന്നാലും കൂടുതൽ ഇലക്ട്രിസിറ്റി അവർക്ക് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മുടെ ലോ തന്നെ പറയുന്നുണ്ട് ഡൊമസ്റ്റിക് പർപ്പസിന് കുറവും ആ റേറ്റ് പെർ യൂണിറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നതിൻ്റെ ചാർജും ഇൻഡസ്ട്രിയൽ പർപ്പസിന് യൂസ് ചെയ്യുന്ന ചാർജും ഡിഫറെൻ്റ് ആയിരിക്കും. അത് ലീഗൽ സാങ്ഷൻ കൊടുത്തിരിക്കുന്നത്, ലീഗലായിട്ട് അവർക്കൊരു സാങ്ഷൻ കിട്ടിയിട്ടുണ്ട്. ദേ ക്യാൻ ചാർജ് ഡിഫറെൻറ്റ് പ്രൈസസ് ഫോർ ദ ഡിഫറെൻറ്റ് യൂണിറ്റ് ദേ ആർ യൂസിങ്. അതിനെയാണ് അങ്ങനെ ലീഗലായിട്ട് നമുക്ക് സാങ്ഷൻ കിട്ടിയിട്ട് നമ്മൾ ഇതേപോലെ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ നടത്തും. അതാണ് എന്തിൽ വരുന്നത്, ലീഗൽ സാങ്ഷനിൽ വരുന്നത്. ഓക്കെ, ദെൻ ഇഗ്നോറൻസ് ഓഫ് ബയേഴ്സ്. എ മോണോപോളിസ്റ്റ് മേ ചാർജ് ഡിഫറെൻറ്റ് പ്രൈസസ് വെൻ കസ്റ്റമേഴ്സ് ആർ ഇഗ്നോറൻറ്റ്. ദെൻ വേറൊരെണ്ണം നമുക്ക് വേണമെങ്കിൽ പറയാം, ബയേഴ്സിന് ചിലപ്പം മാർക്കറ്റിനെ കുറിച്ച് ഒരു പെർഫെക്റ്റ് നോളജ് ഉണ്ടാവില്ല. ചില ആൾക്കാർ അറിയുന്ന ആൾക്കാരാണ് എങ്കിൽ ഒരു സ്ഥലത്ത് പ്രൈസ് കൂടുതലും കുറവുമാണെങ്കിൽ ചിലപ്പോൾ അവരത് ഐഡൻറ്റിഫൈ ചെയ്യും. ഇഫ് ഹി ഈസ് വില്ലിങ് ടു പേ, അയാൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നല്ല പ്രൊഡക്റ്റ് ആണെങ്കിൽ വില കൂടിയ മാർക്കറ്റിൽ പോയി മേടിക്കാം. ഇഫ് ഹി ഹാസ് ദ എബിലിറ്റി ടു മേക്ക് പേയ്മെൻറ്റ്, അപ്പോൾ അയാൾ വില്ലിങ് അല്ല, അയാളുടെ ഒരു ക്യാഷ് ഇല്ല എങ്കിൽ അയാൾ അതിനേക്കാളും ബ്രാൻഡ് കുറവുള്ളതും സ്റ്റാൻഡേർഡ് കുറവുള്ളതൊക്കെ നോക്കി ചിലപ്പോൾ അയാൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ലോ പ്രൈസ്ഡ് മാർക്കറ്റിൽ പോയി ആ പ്രൊഡക്റ്റ് മേടിക്കാം. അപ്പം ചിലപ്പോൾ ബയേഴ്സിനെ കുറിച്ച് അറിവുണ്ടാവില്ല. ഇഫ് ദ ബയേഴ്സ് ആർ ഇഗ്നോറൻറ്റ് അബൌട്ട് ദി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ, അങ്ങനെയാണെങ്കിൽ ഇതിനെക്കുറിച്ച് ഒരു ഇൻഫർമേഷനും ഇല്ലെങ്കിലും സംഭവിക്കും, ഓട്ടോമാറ്റിക്കലി നമുക്ക് എല്ലാ മോണോപ്പൊളിസിനും ഇതേപോലെ ചാർജ് ചെയ്യാൻ പറ്റും, ഡിഫറെൻറ്റ് പ്രൈസസ് ചാർജ് ചെയ്യാനായിട്ട് പറ്റും. അതേസമയം കസ്റ്റമേഴ്സ് വെൽ അവെയർ ആണെങ്കിലോ നമുക്ക് ഇതേപോലെ എല്ലായിടത്തും ഡിഫറെൻറ്റ് പ്രൈസസിൽ കൊടുക്കാനായിട്ട് പറ്റില്ല. നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യും, ആ പ്രൊഡക്റ്റ് അവിടെ വലിയ വിലക്ക് കിട്ടുന്നുണ്ട്, ഇവിടെ ചെറിയ വിലക്ക് കിട്ടുന്നുണ്ടല്ലോ, നിങ്ങൾ എന്തിനാണ് ഹൈ പ്രൈസ് ചാർജ് ചെയ്യുന്നതെന്ന് ചിലപ്പോൾ നമുക്ക് ചോദിക്കാം. അപ്പോൾ ഇഗ്നോറൻസ് ഓഫ് ബയേഴ്സ്, പെർഫെക്റ്റ് നോളജ് ഇല്ല എങ്കിൽ ബയേഴ്സിന് നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, പ്രൈസ് ഡിസ്ക്രിമിനേഷൻ അവിടെ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലൊക്കാലിറ്റി. പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ഇസ് മെയ്ഡ് പോസിബിൾ ബിക്കോസ് ഓഫ് ദ ലൊക്കാലിറ്റി ഇൻ വിച്ച് ഗുഡ്സ് ആർ സോൾഡ്. നമ്മൾ എവിടെയാണ് നമ്മുടെ ഗുഡ്സ് വിൽക്കുന്നത്, റൂറൽ ഏരിയയിലാണോ, സിറ്റീസിലാണോ, അർബൻ ഏരിയയിലാണോ, ആ ഏരിയ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അവിടെയുള്ള ആൾക്കാരുടെ ഫിനാൻഷ്യൽ പൊസിഷനും അതൊക്കെ നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പ്രൈസ് ഡിസ്ക്രിമിനേഷൻ നമുക്ക് നടത്താം. ഇപ്പോൾ ഒരു റൂറൽ ഏരിയ ആണ്, ഒരുപാട് ഇൻകം ഉള്ള ആൾക്കാർ താമസിക്കുന്ന ഒരു സ്ഥലമല്ല എന്ന് വിചാരിക്കാം. അവിടെ എല്ലാം കൊണ്ടുപോയിട്ട് നമ്മൾ ഹൈലി ബ്രാൻഡഡ് പ്രൊഡക്റ്റും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ബാറ്റയുടെ ഒരു ഷോറൂം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാച്ചൊക്കെ വളരെ ബ്രാൻഡഡായ വാച്ചിൻ്റെയൊക്കെ ഷോറൂം തുടങ്ങി ആരും അവിടെ മേടിക്കാനില്ല. ഓക്കെ, അപ്പം നമ്മൾ അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ഡിസ്ക്രിമിനേഷൻ നടത്താൻ. അപ്പം ലോക്കൽ വൈസ് ലൊക്കാലിറ്റി നമ്മൾ നോക്കണം. ദെൻ നേച്ചർ ഓഫ് കമ്മോഡിറ്റി. നമ്മൾ ഡിസ്ക്രിമിനേഷൻ നടത്തുമ്പോൾ നേച്ചറും കൂടി നമ്മൾ നോക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലക്ഷറിയസ് ഗുഡ്സിനൊക്കെ നമ്മൾ ഡിഫറെൻറ്റ് പ്രൈസ് ചാർജ് ചെയ്യുവാണെങ്കിൽ വ്യത്യാസം ഉണ്ടാകും. ഇപ്പം നമുക്ക് ലക്ഷറിയസ് പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ കാറൊക്കെ ആയിരിക്കാം. ഈ കാറിന് തന്നെ നമ്മൾ നോക്കും, ഒരേ ബ്രാൻഡ് തന്നെ ഡിഫറെൻറ്റ് പ്രൈസിലാണ് കൊടുക്കണമെങ്കിലോ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, എല്ലാവരും വില കുറവുള്ളതല്ലേ മേടിക്കുള്ളൂ അല്ലേ. കാരണം ഒരേ ബ്രാൻഡ് തന്നെ, ഒരേ ക്വാളിറ്റി, ഒരേ ക്വാണ്ടിറ്റി, സെയിം പ്രൊഡക്റ്റ്. അപ്പം നമ്മൾ ലക്ഷറിയസ് പ്രൊഡക്റ്റിലേക്ക് ഇതേപോലെ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ നടത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, അതാണ് നേച്ചർ ഓഫ് കമ്മോഡിറ്റി. ആ കമ്മോഡിറ്റിയുടെ നേച്ചർ നമ്മൾ എപ്പോഴും നോക്കണം. Okay, so price discrimination can be adopted in respect of goods and services of comforts and luxuries. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, നമ്മുടെ ലക്ഷറീസ് പ്രൊഡക്റ്റ് ആണോ, ഡെയിലി യൂസബിൾ ഗുഡ്സ് ആണോ, ഏത് കമ്മോഡിറ്റിയാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ബേസിസിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, പ്രൈസ് ഡിസ്ക്രിമിനേഷൻ നടത്താനായിട്ട്. ദെൻ ഫീലിങ്സ് ഓഫ് ബയേഴ്സ്.
ചില ബയേഴ്സിന് എപ്പോഴും ഹൈലി സ്റ്റാറ്റസ്ഡ് കസ്റ്റമേഴ്സ് ഉണ്ടാവും. അവർ വില ഉണ്ടെങ്കിൽ മാത്രമേ, ഹൈ പ്രൈസ്ഡ് ഗുഡ്സ് മാത്രമേ അവർ മേടിക്കുകയുള്ളൂ. ദെയർ കോൺസെപ്റ്റ് ഈസ് ദാറ്റ് നല്ല വില കൊടുത്താലേ ക്വാളിറ്റി പ്രൊഡക്റ്റ് കിട്ടുകയുള്ളൂ. ആ ഒരു കോൺസെപ്റ്റ് ബയേഴ്സിൻ്റെ മൈൻഡിലുണ്ടെങ്കിൽ അതാര് എക്സ്പ്ലോയിറ്റ് ചെയ്യും? മോണോപ്പൊളിസ്റ്റ് എക്സ്പ്ലോയിറ്റ് ചെയ്യും. അവരെന്നിട്ട് എന്ത് ചെയ്യും? അവരുടെ സെയിം പ്രൊഡക്റ്റ് തന്നെയായിരിക്കും, അവർ ചിലപ്പോൾ ആ പ്രൊഡക്റ്റ് വലിയ വിലക്കായിരിക്കും മാർക്കറ്റിൽ എത്തിക്കുന്നത്. ആൻഡ് ദെർ ആർ പീപ്പിൾ ഹു ആർ റെഡി ടു ബൈ ദാറ്റ് പ്രൊഡക്റ്റ്. കാരണം വിലയുണ്ടെങ്കിലേ മേടിക്കൂ എന്നുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സും നമ്മുടെ ഇടയിൽ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാം? പ്രൈസ് ഡിസ്ക്രിമിനേഷൻ പോസിബിൾ ആക്കാം. ഓക്കെ, ഡയറക്റ്റ് സർവീസ് ആയിരിക്കണം നമ്മുടെ പ്രിഫറൻസ്. നമ്മൾ എന്ത് പ്രിഫർ ചെയ്യുന്നു അതിന് വില കൂടുതലും കുറഞ്ഞാലും നമ്മളത് മേടിക്കും. ആ ഗുഡ്സ് നമുക്ക് രണ്ട് മാർക്കറ്റിനിടയിൽ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റില്ല. ആ രീതിയിൽ വേണം നമ്മൾ ഡിസ്ക്രിമിനേഷൻ നടത്താൻ. ലീഗൽ സാങ്ഷൻ കിട്ടിയ ചില മോണോപ്പൊളീസും ഉണ്ട്. അവിടെയും നമുക്ക് എന്ത് ചെയ്യാം? അങ്ങനെ ലീഗലായിട്ട് സാങ്ഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാം? പ്രൈസ് ഡിസ്ക്രിമിനേഷൻ നമുക്ക് നടത്താനായിട്ട് പറ്റും. ഇഫ് ദ ബയേഴ്സ് ആർ നോട്ട് അവെയർ അബൌട്ട് ദിസ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ, മോണോപ്പൊളിസ്റ്റിന് ആ ഒരു തോട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ട് എല്ലായിടത്തും എന്ത് ചെയ്യുക? പ്രൈസ് ഡിസ്ക്രിമിനേഷൻ അവർക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് എന്തിൽ വരുന്നത്? പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എവിടെയൊക്കെ പോസിബിൾ ആക്കാം എന്ന പോയിൻറ്റ്സിൽ വരുന്നത്. ഓക്കെ, now next one, price and output determination under price discrimination, that is equilibrium under price discrimination. സോ വളരെ സിമ്പിളായിട്ട് നമുക്കിവിടെ പറയാം. നമ്മൾ മോണോപ്പൊളിയുടെ AR കർവും MR കർവും പഠിച്ചില്ലായിരുന്നോ? അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഇതൊരു മോണോപ്പൊളിസ്റ്റിൻ്റെ ഡിമാൻഡ് കർവാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതിൽ അവരെങ്ങനെയാണ് ഇക്വിലിബ്രിയം പൊസിഷനിൽ എത്തണേന്ന്. ഇത് തേർഡ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ്റെ ചാർട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത് കേട്ടോ. തേർഡ് ഡിഗ്രി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാർക്കറ്റിന് തന്നെ സബ് മാർക്കറ്റ്സ് വരിക. മാർക്കറ്റ് A, മാർക്കറ്റ് B, അതായത് പല സ്ഥലങ്ങളിൽ ആ പ്രൊഡക്റ്റ് കിട്ടും. ചിലപ്പോൾ റൂറൽ, സിറ്റീസ്, ഫോറിൻ, ഡൊമസ്റ്റിക്, അങ്ങനെയൊക്കെ. അപ്പോൾ ഒരു രണ്ട് മാർക്കറ്റാണുള്ളത്, മാർക്കറ്റ് A, മാർക്കറ്റ് B, ദെൻ ടോട്ടൽ മാർക്കറ്റ്. ടോട്ടൽ മാർക്കറ്റിനെ രണ്ട് മാർക്കറ്റായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, മാർക്കറ്റ് A, മാർക്കറ്റ് B. ഓക്കെ, നൗ ലുക്ക് അറ്റ് ദി ഡയഗ്രാം. മാർക്കറ്റ് A നമുക്കറിയാം മോണോപ്പൊളിയാണ് നമ്മൾ വരക്കുന്നത് കേട്ടോ. മോണോപ്പൊളിയുടെ ഒരു ഡിമാൻഡ് കർവൊക്കെയാണ് നമ്മൾ വരക്കുന്നത്. അപ്പം നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ച പോലെ അവിടുത്തെ AR കർവും MR കർവും താഴത്തേക്ക് സ്ലോപ്പ് ചെയ്ത് നമ്മൾ വരച്ചു. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇക്വിലിബ്രിയം പോയിൻ്റ് ഏതാണ് മോണോപ്പൊളിയുടെ? ഒരു മോണോപ്പൊളിസ്റ്റ് എപ്പോഴാണ് ഇക്വിലിബ്രിയം പൊസിഷനിലെത്തുന്നത്? യെസ്, MC = MR. And MC curve should cut MR curve from below. ഇവിടെ നമ്മുടെ ഈ ഡയഗ്രത്തിൽ ആക്ച്വലി MC കർവ് തന്നിട്ടില്ല. ആ ടോട്ടൽ മാർക്കറ്റിൽ മാത്രമേ MC കർവ് ഉള്ളൂ. നിങ്ങൾ ആ E1, E2 എന്ന് പറഞ്ഞ രണ്ട് പോയിൻ്റ് കണ്ടോ? മാർക്കറ്റ് Aയിലെ E1 ആക്ച്വലി അതിൽ കൂടി ഒരു MC കർവ് നമുക്ക് വേണമെങ്കിൽ വരച്ചെടുക്കാം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡയഗ്രത്തിൽ നമ്മൾ വരച്ചില്ലേ? MR വരച്ചു, എന്നിട്ട് നമ്മളൊരു MC കർവ് വരച്ചു താഴത്ത് കൂടി എടുത്തിട്ട്. അത് കട്ട് ചെയ്യുന്ന പോയിൻ്റ് അല്ലായിരുന്നോ ഇക്വിലിബ്രിയം പോയിൻ്റ്? ഇവിടെ നമ്മൾക്ക് അവർ MC കർവ് തന്നിട്ടില്ല, പകരം ആ MC കർവ് വരുമ്പോൾ കൂട്ടിമുട്ടുന്ന ഇൻ്റർസെക്ഷൻ പോയിൻ്റ് തന്നിട്ടുണ്ട് E1. അപ്പോൾ മാർക്കറ്റ് Aയുടെ ഇക്വിലിബ്രിയം പോയിൻ്റ് E1 നേരെ മുകളിലേക്ക് ആ ലൈൻ വരച്ചിട്ട് AR ലൈനിൽ ടച്ച് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? അത് എന്നിട്ട് നമ്മൾ നീട്ടി വരക്കുന്നതാണ് പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇക്വിലിബ്രിയം പോയിൻ്റ് E1 അവിടുന്ന് നേരെ മുകളിലേക്ക് ലൈൻ വരച്ച് AR ലൈനിൽ ടച്ച് ചെയ്യിക്കുക, നേരെ നമ്മുടെ എക്സാക്സിലേക്ക് കൊണ്ടുവരുന്നതാണ് നമ്മുടെ ഇക്വിലിബ്രിയം പ്രൈസ്. അപ്പോൾ മാർക്കറ്റ് A ഇക്വിലിബ്രിയം പോയിൻ്റ് കണ്ടുപിടിച്ചു. മാർക്കറ്റ് Bയും ഇതേപോലെ തന്നെ Q2, അതായത് ഇവരുടെ ഇലാസ്റ്റിറ്റി ഇവർ കൂടുതൽ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആ ഗ്യാപ്പ് നോക്കി അറിയാൻ പറ്റും. OQ1 ഇവരിത്തിരി കൂടുതൽ പ്രൊഡക്റ്റാണ് ഇവർ കൊടുക്കുന്നത്. OQ2 അതുകൊണ്ട് തന്നെ ഇവരുടെ റവന്യൂ കൂടുതലാണ്. ആ റവന്യൂ കർവ് രണ്ടിടത്ത് നോക്കി, മാർക്കറ്റ് Aയുടെ ഇത്തിരി ചെറുതും മാർക്കറ്റ് Bയുടെ കുറച്ച് എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നുണ്ടോ? കാരണം ഇവർ കൂടുതൽ ഔട്ട്പുട്ട് കൊടുക്കുന്നത് കൊണ്ട് ദേ ആർ ഗെറ്റിംഗ് മോർ ആവറേജ് റവന്യൂ. അതുകൊണ്ടാണ് ആവറേജ് റവന്യൂ ഇത്തിരി വലുതായിട്ട് താഴത്തേക്ക് സ്ലോപ്പ് ചെയ്യുന്നു. അതിൻ്റെ താഴെ MR കർവ് വരക്കുന്നു. പിന്നെ നമ്മൾ MC കർവ് മുകളിൽ നിന്ന് താഴത്തുനിന്ന് മുകളിലേക്ക് വരയ്ക്കും. കട്ട് ചെയ്യുന്ന പോയിൻ്റ് E2. നമ്മുടെ ഈ ഡയഗ്രത്തിൽ MC കർവ് തന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ അവിടുത്തെ നമുക്ക് ഈക്വിലിബ്രിയം പൊസിഷൻ കിട്ടി, E2 കിട്ടി. നേരെ മുകളിലേക്ക് വരച്ച് AR ലൈനിൽ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ P2ഉം കിട്ടും, പ്രൈസും കിട്ടും. ആ E1ഉം E2ഉം കൂടി നേരെ വരുന്നതാണ് നമ്മുടെ ടോട്ടൽ മാർക്കറ്റിൻ്റെ അവർ എന്താ പറയുക സ്ട്രെയിറ്റ് ലൈൻ വരച്ചേക്കുന്നതുണ്ടോ? ടോട്ടൽ മാർക്കറ്റിന് വരയ്ക്കുന്നത് എങ്ങനെയാണ്?
ടോട്ടൽ മാർക്കറ്റിൽ ഇതേപോലെ തന്നെ നമുക്ക് ARഉം വേണം MRഉം വേണം. ഓക്കെ, നമുക്ക് AR കർവും വേണം, MR കർവും നമുക്ക് എവിടെ വേണം? ടോട്ടൽ മാർക്കറ്റിൽ വരണം. ഇവിടെ നമുക്ക് ആകെ ഇത് മാത്രമേ നമ്മളിവിടെ വരച്ചിട്ടുള്ളൂ, MR കർവ്. കാരണം നമുക്ക് കറക്റ്റായിട്ട് ഇക്വിലിബ്രിയം പൊസിഷൻ കണ്ടുപിടിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ MR കർവ് മാത്രമായിട്ട് വരച്ചിരിക്കുന്നത് കേട്ടോ. ഇനി നമ്മളിതിൽ എങ്ങനെയാണ് MR കർവ് വരക്കുന്നത്? ഇതിൽ MR കർവ് എന്ന് പറയുന്നത് ഏതാണ്? MR1 പ്ലസ് MR2, മാർക്കറ്റ് എയുടെ മാർജിനൽ റവന്യൂ പ്ലസ് മാർക്കറ്റ് ബിയുടെ മാർജിനൽ റവന്യൂ, അത് ടോട്ടൽ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ എന്ന് പറയുന്നത് ടോട്ടൽ മാർക്കറ്റിലെ മാർജിനൽ റവന്യൂ. അതേപോലെ തന്നെ നമുക്ക് ARഉം വരയ്ക്കാം. മാർക്കറ്റ് എയുടെ ARഉം മാർക്കറ്റ് ബിയുടെ ARഉം കൂടി കൂട്ടുന്നതാണ് ടോട്ടൽ മാർക്കറ്റിൻ്റെ ആവറേജ് റവന്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമ്മുടെ ഇതിൽ അവർ MR കർവ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. MR അത് ആ MRൻ്റെ ഷേപ്പ് അങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇത് രണ്ടും ടോട്ടൽ നമ്മൾ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുമ്പം ഏകദേശം ആ ഷേപ്പാണ് വരുന്നത് MRൻ്റെ. ദെൻ MC കർവ് നമ്മൾ സാധാരണ പോലെ താഴത്തുനിന്ന് മുകളിലേക്ക് വരച്ചു, രണ്ടും കൂടി ഇൻ്റർസെക്റ്റ് ചെയ്തു. MR കർവും MC കർവും ഇൻ്റർസെക്റ്റ് ചെയ്തു. ആ പോയിൻ്റാണ് E എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സാധാരണ MC കർവ് ഒരു യു ഷേപ്പ് പോലെ താഴത്തേക്ക് എടുത്ത് മുകളിലേക്ക് വരയ്ക്കുക. രണ്ട് ഡയഗ്രത്തിൻ്റെയും MR1ഉം MR2ഉം കൂടി ആഡ് ചെയ്യും. ആഡ് ചെയ്യാന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമുക്ക് ഇതിലിപ്പോൾ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. ശരിക്കും നമുക്ക് വാല്യൂസ് തന്ന ആ രണ്ട് വാല്യൂസും നമ്മൾ ആഡ് ചെയ്യും. ആ ആഡ് ചെയ്ത് നമ്മൾ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ MR കർവ് കിട്ടുന്നത്. നമുക്ക് യൂഷ്വലി നമുക്കൊന്നും പോയിൻ്റ് വെച്ച് വരയ്ക്കാനില്ല, എല്ലാം നമുക്ക് റഫ് ഡ്രോയിങ്സ് ആണ്. ജസ്റ്റ് നമുക്ക് ആ ഒരു ഷേപ്പൊക്കെ അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഷേപ്പ് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ, എങ്ങനെയാണ് വരക്കണേന്നും അറിഞ്ഞിരുന്നാൽ മതി. ഇങ്ങനെയാണ് നമ്മുടെ MR കർവ് വരിക. MC കർവും വന്നു. ഓക്കെ, നമ്മൾ ആ ഭാഗം ഷെയ്ഡ് ചെയ്തു. ഇക്വിലിബ്രിയം പൊസിഷനിൽ ആ ബാക്കി ഭാഗം നമ്മളവിടെ ഷെയ്ഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, അതാണ് അവരുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ആ ഷെയ്ഡഡ് ഏരിയ കണ്ടോ? ആ ഷെയ്ഡഡ് ഏരിയ, അതായത് CEB, ആ ഷെയ്ഡഡ് ഏരിയയാണ് അവരുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, CEB ആ ഭാഗമാണ് അവരുടെ പ്രോഫിറ്റ്, അതായത് കോസ്റ്റ് കഴിഞ്ഞ് പിന്നെ ബാക്കി വരുന്ന ഭാഗം. അപ്പോൾ രണ്ട് മാർക്കറ്റിലും ഡിഫറെൻറ്റ് പ്രൈസ് ചാർജ് ചെയ്തപ്പോൾ നോക്കി വ്യത്യാസം കണ്ടോ? കൂടുതൽ പ്രോഫിറ്റ് അവർക്ക് ഏൺ ചെയ്യാം. ഗ്യാപ്പ് നോക്കിയാൽ മതി നിങ്ങൾ. ഓക്കെ, രണ്ട് മാർക്കറ്റിലെയും കൂടി ആഡ് ചെയ്ത് ടോട്ടൽ മാർക്കറ്റിലേക്ക് എടുക്കുമ്പം നമുക്ക് ഇതേപോലെ മാർജിനൽ കോസ്റ്റും മാർജിനൽ റവന്യൂ ഈക്വലായി ഇക്വിലിബ്രിയം പോയിന്റിലെത്തി. ആ ഷെയ്ഡഡ് ഏരിയയാണ് അവരുടെ പ്രോഫിറ്റായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് എന്തിൽ വരുന്നത്? നമ്മുടെ പ്രൈസ് ഡിസ്ക്രിമിനേഷനിൽ വരുന്നത്. ക്ലിയർ? ഓക്കെ, അപ്പോൾ നമുക്കിനി ഇത് ലൈവ് സെഷൻ എടുക്കുമ്പോൾ ഒന്നും കൂടി നമുക്കത് ക്ലിയർ ആക്കാം, എങ്ങനെയാണ് ഡയഗ്രാംസ് വരയ്ക്കുന്നത് എന്ന്. ഓക്കെ, അപ്പോൾ ഇതേപോലെ ടെക്സ്റ്റ് ബുക്കിൽ ആ പോയിൻറ്റ്സൊക്കെ ഒന്ന് വായിച്ച് നോക്കിയിട്ട് ഒന്ന് മാർക്ക് ചെയ്യാം. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്കത് ലൈവ് സെഷനിൽ ക്ലാരിഫൈ ചെയ്യാം. ഓക്കെ, താങ്ക് യു.